Hello guys. ഇത് ഹാർബറിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇന്ന് നമ്മൾ കാസർഗോഡ് ഹാർബറിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഹാർബറിനകത്തേക്കുള്ള എൻട്രി. ഇങ്ങനെയാണ് ഇത് അകം ഇങ്ങനെയാണ് കാണുന്നത് ഗായ്സ്. പക്ഷേ നമ്മൾ ഫിലിമിലൊക്കെ ഭയങ്കര വല്ല ഹാർബറുകളൊക്കെ അല്ലേ കണ്ടിട്ടുള്ള, അങ്ങനത്തെ ഹാർബറല്ല, ചെറിയ ഹാർബറാണ്. ബട്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ഒരു വലിയ ബോട്ടിൻ്റെ പൂജ നടന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പ്രസാദവും ഇങ്ങനെ ചന്ദനവും ഒക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബോട്ടിൽ നിന്ന് ഒരു നെറ്റും ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ നെറ്റിൽ ഇതിനകത്ത് ഇവിടെയാണ് നെറ്റ്. ഇതിനകത്ത് നിറച്ച് ഫിഷുകളുണ്ട്. പക്ഷേ അതിൻ്റെ ക്യാമറയ്ക്ക് അത്ര കിട്ടിയിട്ടില്ല ഒരു ഡീപ്പായിട്ട്. ഇവിടെ മോട്ടോർ ബോട്ടുകളും ഉണ്ട്, അല്ലാതെ നമ്മൾ തുഴഞ്ഞു പോകത്തില്ലേ അതുപോലത്തെ വള്ളങ്ങളും ഉണ്ട്, ധാരാളം ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതലും വലിയ ബോട്ടുകളും ഇവിടെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു ഗായ്സ്. പിന്നെ ഇതിൻ്റെ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ ഓൾസോ ഗായ്സ്. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കൊക്കുകൾ ഇങ്ങനെ വരിയായി നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വീഡിയോ എടുത്തതാണ് ഗായ്സ്. അപ്പോൾ അതിലൊരു വ്യത്യസ്ത കളറുള്ള ഒരു കൊക്കിനെ കാണാൻ സാധിച്ചു. ഇതാ കണ്ട. ഇനി ഇവിടെ നീറ്റ്നെസ് നിങ്ങൾക്ക് കാണാമല്ലേ, ഹാർബറിൻ്റെ ഫ്ലോറിങ് ആണെങ്കിൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നടക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട്. കൊക്ക് പക്ഷെ ഞാൻ അടുത്ത് ചെല്ലും തോറും പറന്ന് നോക്കോട്ടേയിരുന്നു. കാണുന്നിട നെറ്റ് കാണുന്നില്ല, ഇവിടെ ഫുൾ ഇതിനകത്ത് നിറച്ച് ഫിഷുകളുണ്ട്. ഈ ബോട്ടിൽ നിന്നൊക്കെ ഉള്ള നെറ്റാണത്. ബട്ട് എൻ്റെ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടില്ല. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടൽക്കാക്കകളെ കണ്ടത്. കടൽക്കാക്ക മീൻ ഇതിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ നോക്കിയതാണ്, പക്ഷെ പിന്നെ അത് കിട്ടിയില്ല ഗൈസ്. ഈ ഹാർബറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടൊരു വള്ളം വന്ന് അവർ അന്ന് ആദ്യത്തെ ട്രിപ്പ് ക്യാച്ച് ചെയ്ത ഫിഷെല്ലാം ഇവിടെ കരയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ കിട്ടിയിരിക്കുന്നത് കൊഞ്ചാണ് ഗായ്സ്. ആ ഓറഞ്ച് വട്ടയിലിരിക്കുന്നത് നൊങ്കെന്നാണ് ഇവിടെ പറയുന്നത്. അതിവിടുത്തെ ഒരു ലോക്കൽ ഫിഷാണ്. ഇവിടുത്തെ ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടൊരു ഫിഷ് കൂടിയാണത്. ഇങ്ങനെ ഓരോരുത്തരും എടുക്കുന്ന ഫിഷുകളെല്ലാം അവരവരുടെ വണ്ടിയിൽ ഇങ്ങനെ കൊട്ടയിലാക്കിയത് വണ്ടിയിൽ കളക്ട് ആക്കിയിട്ട് അവർ കാസർഗോഡ് മാർക്കറ്റിൽ പോകും. അവിടെ വെച്ച് എന്നിട്ട് ലേലം നടത്തും ഗായ്സ്. റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ബോട്ടിൽ കിട്ടിയതും ഫിഷ് ഇങ്ങനെ അവർ കരയിൽ വയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കുമെന്ന്. പക്ഷെ അല്ല, അവർ ഈ ബാക്കിയുള്ള ബോട്ട്സിൻ്റെയൊക്കെ കൂടെ പോയി നിന്നിട്ട് കുറച്ചും കൂടെ നെറ്റിട്ട് കളക്ട് ചെയ്യാനാണ്. അതിനകത്ത് കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഇതാണ് ഈ വള്ളത്തിൻ്റെ അകം. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹാർബറിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇതിലിവർക്ക് കിട്ടിയത് നല്ല ഫ്രഷ് അയലയായിരുന്നു ഗൈസ്, അയല. ഇവിടെ ഈ ഫിഷിന് അവർ വേറൊരു പേരും കൂടെ പറയും. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം എല്ലാം അയല എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യം ഈ അയല ഫിഷൊക്കെ കൊണ്ടുവന്ന മോട്ടോർ ബോട്ടിലാണ്, ഈ ബോട്ടിലും. പിന്നെ ഇപ്പോൾ വന്നത് ഈ വള്ളത്തിലുമാണ് ഗൈസ്.
ഇനി നമ്മൾ അടുത്ത ഹാർബറിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് റോഡ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഡെവലപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ മൺപാതയാണ്. ഞാൻ ആദ്യം കരുതിയത് ഇതും ഒരു ഹാർബറൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ്. ബട്ട് ഇത് ഹാർബറല്ല, കടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫിഷ് പിടിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ കാണുന്നു, അത് അവിടെ ഇവിടെയായിട്ട് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന 2 പാറക്കെട്ടുണ്ട്. അത് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടൊരു പ്ലേസാണിത്. ബട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് ആ പാറക്കെട്ടിനകത്തേക്ക് നമ്മൾ പോകുന്നത്. കടലിനകത്തേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഈ ഗ്രീസിൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ലേ, വ്യൂ ഒക്കെ, അതുപോലെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇത് കണ്ട ഈ വ്യൂന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തൊരു കേരളയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നില്ല. നല്ല അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ്. ബട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും അധികം വരാറില്ല. കുടിക്കാനൊക്കെ ആളുകൾ മാത്രം അവിടെ വരാറുള്ളൂ. കാരണം അവിടെ കുറേ കുപ്പികളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അല്ലാതെ ടൂറിസ്റ്റായിട്ട് അങ്ങനെ വലിയ ആളുകൾ വരാറില്ല. ഇത് ഞാൻ നോക്കിയപ്പോൾ ലൈവായിട്ട് അവർ ഇങ്ങനെ നെറ്റ് ഇടുന്നുണ്ടായിരുന്നു കടലിൽ, ബോട്ടിൽ നിന്ന്. അപ്പോൾ ഇതാണ് ആ പാറക്കെട്ടിൻ്റെ അകത്ത് നിന്ന് സൈഡിലേക്കുള്ള വ്യൂ. ഇങ്ങനെയാണ് പാറക്കെട്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഇത് കടലിൽ കുറച്ച് ഇറങ്ങി കിടക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഇതാണ് പാറക്കെട്ടിൻ്റെ അകത്തേക്ക് എൻഡ്. നമ്മൾ ആ കടലിലേക്ക് നല്ല ഇത്തിരി ഇറങ്ങി നിൽക്കുന്ന പോയിന്റിലേക്ക് എത്തി. ഇവിടുന്ന് ഉള്ള വ്യൂ കണ്ടോ, ഇതാണ് നല്ല മനോഹരമാണ്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. കണ്ടോ ഗൈസ്, ഇതൊരു നമ്മളിവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ഒരു ഗ്രീസിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ബട്ട് ഇത് കേരളയുടെ പാർട്ടാണെന്ന് കണ്ടാലേ തോന്നിക്കില്ല. അത്ര നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ബട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡെവലപ്പൊക്കെ ചെയ്താൽ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും. ഇതാ ലൈറ്റ് ഹൗസ് ആണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ദാറ്റ് ടു. അപ്പോൾ ഇവിടുന്ന് ഇവരിങ്ങനെ നെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കടലിൽ ബോട്ട് നെറ്റിടുന്നതൊക്കെ കാണാൻ സാധിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് ആ പാറക്കെട്ടിൻ്റെ അകത്ത് നിന്നുള്ള വ്യൂ. ഇങ്ങനെയാണ് ഫുൾ പാറകളും ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് വന്ന വഴി ഗൈസ്. 360 ഡിഗ്രിയിൽ ഞാൻ എടുത്തതാണ്. ഇങ്ങനെയാണ് ഫുൾ വ്യൂ. നല്ല ബ്ലൂ കളർ സീ ആയിട്ടൊക്കെ നല്ല ഭംഗിയാണ്. ഇതാണ് അപ്പുറത്തെ സൈഡിലെ പാറക്കെട്ട്. ഇതുപോലെ തന്നെയാണ് ഈ സൈഡിലുള്ളത്. ഇങ്ങനെ 2 സൈഡിലായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നു അവിടെ ലൈവായിട്ട് മുകളിൽ നോക്കിയപ്പോൾ ബോട്ടിൽ നിന്ന് ഇങ്ങനെ നെറ്റ് ഇടുന്ന കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവർ ആ നെറ്റ് കരയിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ്, ഫിലിമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ബട്ട് നേരിട്ട് കാണുന്ന ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയല്ല. അപ്പോൾ ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് അവർ പിടിക്കുന്നത്. പക്ഷേ നല്ല പാടൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. തിര ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഒരാളിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തിര വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ അവരിങ്ങനെ സാരി പോലെ ഇങ്ങനെ ചുറ്റി ഇട്ടിട്ട് പോകും. അപ്പോൾ ഏറ്റവും അവസാനം ഈ 2 എൻഡും കൂടെ 2 എൻഡിലുള്ളവരും കൂടെ അടുത്തെത്തും. നല്ലൊരു ഇതായിരുന്നു 360 അവിടെ വ്യൂ. ഈ പാറക്കെട്ടിലാണ് നമ്മൾ നിന്നത്. ഇങ്ങനെ നല്ല തിര. ഇവിടെ നിന്ന് അവിടെ നിന്ന് 2 പേരിങ്ങനെ വലിച്ച് കൊടുക്കും. ഇവരിങ്ങനെ ചുരുട്ടി ഇടും. പക്ഷേ ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അങ്ങനെ ലാസ്റ്റ് അവർ ഏകദേശം കരയിലേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതൊക്കെയാണ് ഗായ്സ് ഈ നെറ്റിൽ അവർക്ക് കിട്ടിയ ഫിഷ്. കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലും ഉണ്ടായിരുന്ന 4-5 എണ്ണമൊക്കെ നെമ്മീൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. ഇവിടെ അതിന് ഐക്കൂറ എന്ന് അവർ പറയും. നമ്മുടെ നാട്ടിൽ ഐക്കൂറ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. നെമ്മീൻ കുഞ്ഞെന്നാണ് അവിടെ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ വേറെ അല്ലാത്ത തരം കുഞ്ഞു ഫിഷ് ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. ഈ നെമ്മീൻ മാത്രമേ എനിക്കറിയുള്ളൂ നെമ്മീൻ്റെ കുട്ടിയാണെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് കിട്ടിയത്. ഇതിലിനി ഏറ്റവും പാടുള്ള കാര്യം ഗൈസ് ഈ ബോട്ടിനെ കരയ്ക്ക് കയറ്റുക എന്നുള്ളത്. അവർ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടാണ് ഫൈനലാണ് സക്സസ് ആയത്. ദൈവത്തെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചു. അങ്ങനെ ഫൈനലിയാണ് അവർ ഇതിങ്ങനെ കരയിൽ കയറ്റിയത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ വന്ന റോഡ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഡെവലപ്പൊന്നുമല്ല. പിന്നെ കുറച്ച് പാർട്ടിൽ വരെ മാത്രമേ ഇങ്ങനൊരു ടാറിട്ട റോഡ് കിട്ടും. പിന്നോട് അങ്ങോട്ടുള്ള ടാറിട്ട റോഡുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്ത നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു പ്ലേസ് കൂടിയാണ്. പിന്നെ കുറേ ടെമ്പിൾസ്, ഒരു പട്ടിക്കുട്ടിയെ കാണാൻ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ, ടേക്ക് കെയർ.